വെൽക്കം ടു ജോളീസ് ക്ലീന. ഇന്ന് ഞാനൊരു മാങ്ങ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മാങ്ങ കട്ട് ചെയ്ത് മാറ്റാം. കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് ഇത് മാങ്ങ കറിക്ക് കട്ട് ചെയ്യേണ്ടത്. കണ്ടോ, ഇങ്ങനെ കുറച്ച് വലിയ പീസായിട്ട് മുഴുവൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മാങ്ങ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിടണം, ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി ഒരു ദിവസം വെച്ചേക്കണം. വെച്ച ശേഷം അടുത്ത ദിവസമാണ് എടുത്ത് കറി വയ്ക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഉപ്പിട്ട് ഞാൻ അടച്ച് വെക്കുകയാണ്. അടുത്ത ദിവസം കറി വയ്ക്കാം. വെൽക്കം ടു ജോളീസ് ക്ലീന. ഇത് ഞാനൊരു മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്വീറ്റ് മാംഗോ പിക്കിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടോ. ഇന്നലെ ഞാൻ മാങ്ങ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇന്ന് അതെടുത്ത് അതിൽ വെള്ളം ഉപ്പിട്ടെങ്കിലും ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, വെള്ളം ഞാൻ ഊറ്റി കളഞ്ഞിട്ട് മാങ്ങ മാത്രമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കും. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല പലഹാരത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. കടുക് പൊട്ടി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കണം. ഈ എണ്ണയിലേക്ക് ഈ മാങ്ങ തട്ടിക്കൊടുക്കുന്നു. ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഒരു 3-4 മിനിറ്റായി എണ്ണയിൽ മാങ്ങ വഴറ്റി എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇടാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മാങ്ങ അധികം വെന്ത് പോകരുത്. നമ്മൾ കടിക്കുമ്പോൾ ആ ഒരു വെന്ത് പോകാത്ത രീതിയിൽ നമ്മൾ എടുക്കണം. അധികം വെന്ത് പോകാതെ വേണം എടുക്കേണ്ടത്. അധികം എരിയും പാടില്ല. വേറെ ഒന്നും ഇടയൊന്നും വേണ്ട. നമുക്ക് പച്ചമുളകോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ ഇഞ്ചിയോ അങ്ങനെ ഒന്നും ഇടണ്ട. ഇത് ഈ പൊടികൾ മാത്രം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇപ്പോൾ ഇച്ചിരി കായം കൂടെ നമുക്കിതിലേക്ക് ഇടാനുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കായം ഇട്ട് കൊടുക്കുകയാണ്. കായപ്പൊടി ഇട്ടു. ഇതിൽ ഒട്ടുമേ വെള്ളത്തിൻ്റെ അംശം വേണ്ട. വെള്ളമില്ല. എണ്ണ തെളിഞ്ഞ് കണ്ടു തുടങ്ങി. ഇനിയിപ്പോൾ ഇതിലിടേണ്ടത് 2 ടേബിൾ സ്പൂൺ ശർക്കരയാണ്. ശർക്കര ഉരുക്കി വേണമെങ്കിൽ ഇടാം. 2 ടേബിൾ സ്പൂൺ ശർക്കര.
ശർക്കര ഉരുകി ഇതിനോട് നന്നായിട്ട് ചേരണം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ പലഹാരത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു മാങ്ങ. അധികം പുളിപ്പില്ലാത്ത മാങ്ങയും കൂടെയാണ്. ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു മാങ്ങ കറിയാണിത്. ശർക്കരയൊക്കെ ഇതിനോട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതല്ലോ മാങ്ങ അധികം വേവേണ്ട. ഇപ്പോൾ പരുവായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. മാങ്ങ അച്ചാർ, സ്വീറ്റ് മാംഗോ പിക്കിളാണിത്, റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.